മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്ക് വേണ്ടി മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുന്നു. 20 പേരടങ്ങുന്ന 3 ടീമുകളായാണ് RRT തിരച്ചിൽ നടത്തുന്നത്. 2 കുങ്കിയാനകളും ദൗത്യത്തിന്റെ ഭാഗമാകും. അരുൺ അമൃതനാഥ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്? ഈ 50 നിരീക്ഷണ ക്യാമറകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട്, ഒപ്പം തെർമൽ ഡ്രോൺ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഏത് തരത്തിൽ മുന്നോട്ടാണ് പോകുന്നത് നിലവിൽ? ഗുഡ് മോർണിംഗ് മോത്തി. ഈ കാളികാവിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ മൂന്നാം ദിവസത്തേക്ക് കടക്കുകയാണ്. അതിൽ ഏറ്റവും വെല്ലുവിളി ഉള്ള കാര്യം കടുവയുടെ സാന്നിധ്യം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതായത് തെർമൽ ക്യാമറയുണ്ട്, 50 ക്യാമറകളുണ്ട്. ഇത്തരത്തിൽ സംഘം വിന്യസിച്ച് തെരച്ചിൽ നടത്തുകയാണ്. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ മാത്രമേ ദൗത്യ സംഘത്തിന് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. മയക്കുവെടി വയ്ക്കും എന്നുള്ളത് തന്നെയാണ് ദൗത്യ സംഘം അറിയിച്ചിട്ടുള്ളത്. അതിനായുള്ള വിന്യാസം ഉൾപ്പെടെയാണ് ഈ സേന ദൗത്യ സംഘങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ കൃത്യമായ കടുവയെ ഒബ്സർവ് ചെയ്ത് കടുവയെ മാർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആക്രമണം നടന്നതിന് ശേഷം, ഈ ഗഫൂറിനെ കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നീട് കടുവയെ ആ പ്രദേശത്ത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 2 കുങ്കിയാനകളെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ കുങ്കിയാനകളെ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ കടുവയുടെ സാന്നിധ്യം ആദ്യം തിരിച്ചറിയണം. കോന്നി സുരേന്ദ്രൻ, കുഞ്ചു തുടങ്ങിയ കുങ്കിയാനകൾ സജ്ജമാണ്. അവരുടെ ആരോഗ്യ പരിശോധനയ്ക്കൊക്കെ ശേഷം അവരുടെ തെരച്ചിലിനായി ഉപയോഗിക്കാൻ വേണ്ടി സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞ് 20 പേരടങ്ങുന്ന ടീം 3 സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. ഈ ഡ്രോണിൻ്റെ ഒക്കെ സഹായം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. നാട്ടുകാരുടെ ആവശ്യം കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കടുവയുടെ ഒരു ടെറിട്ടോറിയൽ ഹാബിറ്റാറ്റുള്ള ഒരു വന്യജീവിയാണ്. അപ്പോൾ ടെറിട്ടറി വിട്ടുപോകാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ ടെറിട്ടറിയിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് 15 കിലോമീറ്ററിനും അപ്പുറത്തേക്ക് പോയാൽ ദൗത്യം ദുഷ്കരമാകുമെന്ന് CCF ഇന്നലെ അറിയിച്ചതാണ്. അപ്പോൾ ആദ്യം കടുവയെ മാർക്ക് ചെയ്യണം, അതിനുശേഷമായിരിക്കും ദൗത്യത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് സൂക്ഷ്മമായ നിരീക്ഷണത്തിൽ ഇപ്പോൾ വനംവകുപ്പ്, RRT സംഘവും എല്ലാം തന്നെ ഏർപ്പെട്ട് വരികയാണ്. മോത്തി, അരുൺ, ഈ ക്യാമറകളിലൊന്നും ഇതുവരെ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താത്ത, ഈ മൂന്നാം ദിവസവും കണ്ടെത്താത്തതിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ? എങ്ങനെയാണ് ഇനി അത് കണ്ടെത്താൻ കഴിയുമെന്ന് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത്? കുങ്കിയാനകളുടെ സഹായം അതെങ്ങനെയായിരിക്കും ഉപയോഗപ്പെടുത്തുക? അതെ മോത്തി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കടുവ ഈ 15 കിലോമീറ്ററും കഴിഞ്ഞ് മറ്റ് മേഖലയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. 50 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ തെർമൽ ഡ്രോണുകളുണ്ട്, തെർമൽ ക്യാമറകളുണ്ട്. ഇതിലൊന്നും കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. അപ്പോൾ തന്നെ നാട്ടുകാർക്ക് ഒരു ഉറപ്പ് വേണം. അങ്ങനെയെങ്കിൽ കടുവ ഇവിടെ ഇല്ല എന്നുള്ള ഒരു ഉറപ്പ് വേണം. പക്ഷേ അത് ശാശ്വതമല്ല. ഇനിയും കടുവ തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ ഉള്ളതിനാൽ തന്നെ നാട്ടുകാർക്ക് അത് വലിയ ആശങ്കയും ഭീതിയും ഒക്കെയാണ്. അപ്പോൾ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ മയക്കുവെടി വെച്ച് അതിനെ പിടികൂടാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു തയ്യാറൊരുക്കവും തന്നെയാണ്, മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് നടത്തിയിട്ടുള്ളത്. അതിന് വേണ്ട വിപുലീകരണങ്ങളൊക്കെ നടത്തി. പക്ഷേ കടുവയെ കണ്ടെത്തണം, അതാണ് നമ്മുടെ മുന്നിലുള്ള പ്രഥമമായ കാര്യം. അത് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശങ്കയുള്ള കാര്യം. മോത്തി.